ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സദ്യ റെസിപ്പികളൊന്നല്ല കേട്ടോ. നമുക്ക് എങ്ങനെ ഒരു 25 വിഭവം പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. നമ്മുടെ സദ്യ വിഭവങ്ങൾ നമ്മൾ ഒരുപാട് വിഭവങ്ങൾ ഇട്ടുണ്ട്. അപ്പോൾ സദ്യ വിഭവങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നേരത്തെ റെഡിയാക്കാം, എന്തൊക്കെ കാര്യങ്ങൾ തലേ ദിവസം റെഡിയാക്കാം, എന്തൊക്കെ കാര്യങ്ങൾ സദ്യയുടെ അന്ന് റെഡിയാക്കണം, എങ്ങനെയാണ് നമുക്കൊരു സദ്യ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് എളുപ്പത്തിൽ എന്നുള്ള കാര്യങ്ങളാണ്. ഇത് കൂടുതൽ പേർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 25ഓളം വിഭവങ്ങളാണ് നമ്മൾ സദ്യയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കുന്നത് നമ്മുടെ ചിപ്സ്, ശർക്കര വരട്ടി, അതുപോലെ തന്നെ അച്ചാറുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കും, മാങ്ങ അച്ചാർ ഉണ്ടാക്കും, അതുപോലെ തന്നെ വടുകപ്പുളി നാരങ്ങ അച്ചാർ, നമ്മുടെ വലിയ നാരങ്ങ അച്ചാർ. ഇത് മൂന്നും നമ്മൾ ഒരാഴ്ച മുന്നേ ഉണ്ടാക്കി വെക്കുന്ന കാര്യങ്ങളാണ്. ഒരാഴ്ച മുൻപേ നമ്മുടെ നാരങ്ങ അച്ചാറുകളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കാം, മാങ്ങ അച്ചാറും പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഇതൊന്നും ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ മോശമായി പോവാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള അച്ചാറുകളുടെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് ഇടാം. അതിലുണ്ട് കേട്ടോ എല്ലാ പിക്കിൾസിൻ്റെയും വീഡിയോ. അപ്പോൾ ആ പിക്കിൾസിൻ്റെ പ്ലേലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അച്ചാറുകളുടെ വീഡിയോകളെല്ലാം കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ശർക്കര വരട്ടിയുടെയും ചിപ്സിൻ്റെയും വീഡിയോയും ഞാൻ ഈ വീഡിയോയുടെ താഴെ, ഞാൻ ഈ പറയുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും വീഡിയോകളുടെ പ്ലേലിസ്റ്റും അതുപോലെ തന്നെ വീഡിയോകളും ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഈ പറയുന്ന എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അച്ചാറുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യുന്നതാണ് ശർക്കര വരട്ടി ചിപ്സ്. ശർക്കര വരട്ടിയും ചിപ്സും റെഡിയാക്കി നമുക്ക് 3-4 ദിവസം മുന്നേ തന്നെ റെഡിയാക്കി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കുന്നതാണ് പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിക്കറി. പുളിയിഞ്ചിയും ഇഞ്ചിക്കറിയും നമുക്ക് 2 ദിവസം മുൻപ് അതും റെഡിയാക്കി വെക്കാം. പുളിയിഞ്ചി ഇഞ്ചിക്കറിയും റെഡിയാക്കി വെച്ചാലും ഫ്രിഡ്ജിൽ വെക്കണ്ട. ഞാൻ ഈ പറയുന്ന ഓർഡറിലാണ് നിങ്ങളെല്ലാം റെഡിയാക്കി വെക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം, ഫ്രിഡ്ജിൽ വെക്കേണ്ടാത്ത കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കുന്നത് പുളിയിഞ്ചി ഇഞ്ചിക്കറിയും റെഡിയാക്കി 3 ദിവസം മുൻപ്. പിന്നെ 2 ദിവസം മുൻപേ നമ്മൾ റെഡിയാക്കുന്നതാണ് കട്ടിക്കാളൻ, നമ്മുടെ രസകാളൻ അല്ലെങ്കിൽ കട്ടിക്കാളൻ. ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും നമുക്ക് റെഡിയാക്കാം. ഈ കാളനാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. കട്ടിക്കാളൻ്റെയും രസകാളൻ്റെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട. ഇതെല്ലാം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരാളെ ഉള്ള വീട്ടിൽ കുക്ക് ചെയ്യാനെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ പുറത്തുള്ള കുട്ടികളാണെങ്കിലും നമ്മുടെ കേരളത്തിന് വെളിയിലുള്ള കുട്ടികളാണെങ്കിലും അല്ല, വീട്ടിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അച്ഛനമ്മമാർ വേറെയാണ് താമസിക്കുന്നത്, നമ്മൾ വേറെയാണ് താമസിക്കുന്നത്, ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് വിട്ട് താമസിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്. നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്ക് ഒരു സദ്യ റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടി കൂട്ടി കുഴച്ച് അയ്യോ എങ്ങനെ റെഡിയാക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ വരാതിരിക്കാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ കട്ടിക്കാളൻ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസത്തേക്ക് വരാം. തലേ ദിവസം നമ്മൾ ചെയ്യുന്നതാണ് പച്ചടി റെസിപ്പീസ്. പച്ചടി, പുളിശ്ശേരി, പഴംപുളിശ്ശേരി ഉണ്ടാക്കാം, നമുക്ക് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം, മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം, അതുപോലെ തന്നെ പാവയ്ക്ക പച്ചടി ഉണ്ടാക്കാം, പിന്നെ ഉള്ളിത്തീയൽ ഉണ്ടാക്കാം. ഇതൊക്കെ നമ്മൾ തലേ ദിവസം റെഡിയാക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ തലേ ദിവസം റെഡിയാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ തേങ്ങ ചിരവി വയ്ക്കുക, ഉള്ളി നന്നാക്കി വയ്ക്കുക, അതുപോലെ തന്നെ പച്ചമുളക് കഴുകി വൃത്തിയാക്കി തുടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വയ്ക്കുക, വേപ്പില കഴുകി വൃത്തിയാക്കി എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം റെഡിയാക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ രസം തയ്യാറാക്കി വയ്ക്കുക. രസം നമ്മൾ തലേ ദിവസം റെഡിയാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ തേങ്ങ ചിരകി വയ്ക്കുക. നമ്മളിപ്പോൾ 2 ടൈപ്പ് പായസം ഉണ്ടാക്കും എപ്പോഴും ഓണത്തിന്. പാൽ പായസം ഉണ്ടാക്കും, അതുപോലെ തന്നെ നമ്മുടെ പ്രഥമൻ, അടപ്രഥമനോ അല്ലെങ്കിൽ പഴം പ്രഥമനോ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ആ പ്രഥമൻ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ആ പ്രഥമനുള്ള തേങ്ങ ചിരവി വയ്ക്കുക, പാലെടുത്ത് വെക്കേണ്ട, തേങ്ങ ചിരവി വയ്ക്കുക, അതും കൂടി തയ്യാറാക്കി വയ്ക്കുക. പിന്നെ നമുക്ക് എരിശ്ശേരിക്കും ഓലനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൂ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്റ്റൂ ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ സ്റ്റൂവിനും കൂട്ടുകറിക്കും ഒക്കെ വറവിടാനും തേങ്ങാപ്പാൽ എടുക്കേണ്ട കറികൾക്ക്, അതുപോലെയുള്ള പിന്നെ നമ്മുടെ കട്ടിപ്പരിപ്പിനുള്ള തേങ്ങാപ്പാൽ, ചിലർ കട്ടിപ്പരിപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു വയ്ക്കും, ചിലർ കട്ടിപ്പരിപ്പ് തേങ്ങ അരച്ചു വയ്ക്കും. അങ്ങനെയുള്ള കറികൾക്കുള്ള തേങ്ങ, അതിനൊക്കെയുള്ള തേങ്ങ ചിരവി വയ്ക്കുക. നമുക്ക് എത്രത്തോളം തേങ്ങാപ്പാലും തേങ്ങയും വേണം എന്നുള്ളതിനനുസരിച്ച് തേങ്ങ ചിരവി വയ്ക്കുക. തേങ്ങാപ്പാലിനും അതുപോലെ തന്നെ തേങ്ങ ചെറിയ കറികൾക്ക് ആവശ്യമായിട്ടുള്ള, ഇപ്പോൾ സാമ്പാർ, വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വറുത്തരച്ച സാമ്പാറിനുള്ള തേങ്ങ, അതുപോലെ നമ്മുടെ അവിയലിനുള്ള തേങ്ങ, തോരനുള്ള തേങ്ങ, കൂട്ടുകറിക്കുള്ള തേങ്ങ, ഇതിനൊക്കെയുള്ള തേങ്ങ ചിരവി വയ്ക്കുക. അതൊക്കെ റെഡിയാക്കി വയ്ക്കുക. പിന്നെ വേണ്ടത് നമുക്ക് പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പരിപ്പ് പായസത്തിനുള്ള തേങ്ങ, പിന്നെ പഴം പ്രഥമനാണെങ്കിൽ പഴം പ്രഥമനുള്ള തേങ്ങ, ഇതിനൊക്കെയുള്ള തേങ്ങാപ്പാലിനുള്ള തേങ്ങ ചിരവി വയ്ക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്നത്
കഷ്ണങ്ങൾ, സാമ്പാറിനുള്ള കഷ്ണങ്ങൾ, അവിയലിനുള്ള കഷ്ണങ്ങൾ, തോരനുള്ള ക്യാബേജ് മുറിച്ച് വയ്ക്കുക. ഈ സാമ്പാറിൻ്റെ അവിയലിൻ്റെ കഷ്ണങ്ങൾ മുറിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ തോരനുള്ള ക്യാബേജ് മുറിച്ച് വയ്ക്കുക. എരിശ്ശേരിക്കുള്ള കഷ്ണങ്ങൾ മുറിച്ച് വയ്ക്കുക. കൂട്ടുകറിക്കുള്ള കഷ്ണങ്ങൾ ചേനയും കായും മുറിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ കടല വെള്ളത്തിലിടാൻ മറക്കരുത്. തലേ ദിവസം ചെയ്യേണ്ട കാര്യമാണ് ഇതൊക്കെ. കടല കൂട്ടുകറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ മെഴുക്കുരുട്ടിയുടെ കഷ്ണങ്ങൾ മുറിച്ച് വയ്ക്കുക. അച്ചിങ്ങയും കായും മെഴുക്കുരുട്ടിയാണ് മിക്കവാറും ഉണ്ടാക്കാറുള്ളത്. ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ അതിനുള്ള കഷ്ണങ്ങൾ മുറിച്ച് വയ്ക്കുക. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് പായസമാണ് അല്ലെങ്കിൽ പഴം പ്രഥമനാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പരിപ്പ് വരട്ടി ശർക്കരയിൽ വരട്ടി വയ്ക്കുക. നെയ്യും പരിപ്പും എല്ലാം ചേർത്ത് ശർക്കരയിൽ വരട്ടി വയ്ക്കുക. പഴം പ്രഥമനാണെങ്കിലും പഴവും നെയ്യും ശർക്കരയും ചേർത്ത് വരട്ടി വയ്ക്കുക. അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലികൾ വളരെ കുറവായിരിക്കും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് തലേ ദിവസം ചെയ്തു വയ്ക്കാം. പിന്നെ നമ്മുടെ പിറ്റേ ദിവസം തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചോറ് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ പായസത്തിൻ്റെ കാര്യങ്ങൾ, പാലടയാണെങ്കിലും നമ്മുടെ അരിപ്പായസമാണെങ്കിലും കുക്കറിലേക്ക് അങ്ങോട്ട് വെച്ചേക്കുക. അപ്പോൾ പായസവും റെഡിയാവും, അതുപോലെ തന്നെ നമ്മുടെ ചോറും റെഡിയാവും. രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒരേ സമയം കുക്കറിൽ നീക്കാം. നിങ്ങൾ കുക്കറിലാണ് ചോറ് വയ്ക്കുന്നതെങ്കിൽ കേട്ടോ, രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് തന്നെ വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങൾ, സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അടുപ്പത്ത് വയ്ക്കുന്നതിനോടൊപ്പം തന്നെ അവിയലിൻ്റെ കഷ്ണങ്ങളിലേക്ക് ഞാൻ വയ്ക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിയലിൻ്റെ കഷ്ണങ്ങളിൽ വെളിച്ചെണ്ണയും മുളക് പൊടിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് അത് തിരുമ്പി വെക്കും. അതൊരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ടാണ് അവിയൽ വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ ചോറ് വയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഓലനുള്ള കഷ്ണങ്ങളൊക്കെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഓലനുള്ള വൻപയറൊക്കെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓലനും ആ കുമ്പളങ്ങ കഷ്ണങ്ങളും ചേർത്ത് വേവിക്കാൻ വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ പയറും കുമ്പളങ്ങ കഷ്ണങ്ങളും ചേർത്ത് മുറിച്ചത് എല്ലാം ചേർത്ത് വേവിക്കാൻ വയ്ക്കുക. പിന്നെ നമ്മുടെ മസാലക്കറികൾക്കുള്ള കഷ്ണങ്ങൾ അത് വേവിക്കാൻ വയ്ക്കുക. അങ്ങനെ ഇഞ്ചിത്തൈരിനുള്ള ഇഞ്ചി അരിഞ്ഞു വയ്ക്കുക. അരപ്പുകൾ എല്ലാം റെഡിയാക്കി വയ്ക്കുക. നമ്മൾ തേങ്ങ തലേ ദിവസം ചിരവി വെച്ചിരിക്കുന്നതുകൊണ്ട് അരയ്ക്കാനുള്ളത് അരച്ച് വയ്ക്കുക. പിന്നെ എരിശ്ശേരിക്ക് വറുക്കുമ്പോൾ തന്നെ നമ്മുടെ കൂട്ടുകറിക്കും വറുക്കുക. എരിശ്ശേരിക്കും കൂട്ടുകറിക്കും ഒരുമിച്ച് വറുക്കുകയാണെങ്കിൽ നമ്മൾ വറുക്കുമ്പോൾ ഒറ്റ വറുക്കൽ വറുത്താൽ മതി. അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ വറുക്കുമ്പോൾ എപ്പോഴും ഒറ്റ വറുക്കൽ വറുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു സമയം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ തോരന് അരയ്ക്കുമ്പോൾ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ വേറെ എന്തെങ്കിലും കറികൾ, നിങ്ങളിപ്പോൾ 2 ടൈപ്പ് തോരൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് തോരന് ഒരേപോലെ അരച്ചിട്ട് 2 തോരനിലേക്ക് ഇടുക. അതുപോലെ അവിയലിന് അരയ്ക്കുമ്പോൾ നിങ്ങൾ അവിയലിൻ്റെ അരപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ തോരനുള്ള അരപ്പും കൂടി റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ പച്ചമുളക് അരയ്ക്കാതിരുന്നാൽ മതി. പച്ചമുളക് അരയ്ക്കുമ്പോൾ പച്ചമുളക് തോരനിൽ അരയ്ക്കാതിരുന്നാൽ മതി. പച്ചമുളക് തോരനിൽ മുറിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിയലിനും തോരനും നമുക്ക് ഒരുമിച്ച് അരച്ചെടുക്കാം. അങ്ങനെ നമുക്ക് ടൈം സേവ് ചെയ്യാം. നമ്മളിങ്ങനെ ടൈം സേവ് ചെയ്തിട്ടാണ് സദ്യ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പരിപ്പും നെയ്യും ചേർക്കും. പരിപ്പും നെയ്യും ഉണ്ടാക്കുമല്ലോ. പരിപ്പ് നെയ്യ് നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പരിപ്പ് ഉണ്ടാക്കുമ്പോൾ പരിപ്പ് വേവിക്കാൻ വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റത്തെ പച്ചമോരിനെ ചതച്ച് അതും എല്ലാം റെഡിയാക്കി വയ്ക്കുക. അതപ്പോൾ ഇഞ്ചിയും പച്ചമുളക് നമ്മൾ തലേ ദിവസം എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ കറികളിലൊക്കെ വറവിടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മെഴുക്കുരുട്ടി ഉള്ളിയൊക്കെ ചതച്ച് മെഴുക്കുരുട്ടി ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട്, മെഴുക്കുരുട്ടി നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കുക. ഇഞ്ചിത്തൈര് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട്, ഇഞ്ചിത്തൈരിലേക്ക് തൈര് ചേർക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ മെഴുക്കുരുട്ടി ഉണ്ടാക്കുക. മെഴുക്കുരുട്ടി ഉണ്ടാക്കുന്നതിന് ഏറ്റവും മുന്നേ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വറവിടുക എന്നുള്ളത്. വറവിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മെഴുക്കുരുട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ അതേ ചട്ടിയിൽ തന്നെ, വറവിടുന്ന ആ ഒരു ചട്ടിയിൽ തന്നെ നമുക്ക് മെഴുക്കുരുട്ടി ഉണ്ടാക്കാം. വറവിടുമ്പോൾ നമ്മൾ എല്ലാ കറികളും തുറന്ന് വെച്ചിട്ട് എല്ലാ കറികളിലേക്കും ഒരുമിച്ച് വറവിട്ടെടുക്കുക. അപ്പോൾ നമുക്ക് ഒറ്റ പാനിൽ എല്ലാ കറികൾക്കും ഒരുമിച്ച് വറവിടാം. നമ്മൾ ഈ ഉലുവ ചേർത്ത് വറവിടുന്ന സാമ്പാർ പോലെയുള്ള കാര്യങ്ങൾ ഒഴികെ, ബാക്കി പച്ചടി പോലെയുള്ള കാര്യങ്ങൾ ഒഴികെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് വറവിടുമ്പോൾ ഒറ്റ വറവിട്ടാൽ മതി. ഒറ്റ പാനിൽ നമ്മൾ കൂടുതൽ വറവിടാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കുക. എന്നിട്ട് എല്ലാ കറികൾക്കും ഒരുമിച്ച് വറവിടുക. ഞാനൊക്കെ വറവിടുന്നത് അങ്ങനെയാണ്. കൂടുതൽ കറി വയ്ക്കുമ്പോൾ ഒരു 8-10 കറികൾ വയ്ക്കുമ്പോൾ നമ്മൾ ആ 8-10 കറികൾക്കുള്ള ഒറ്റ വറവിടുള്ളൂ. അപ്പോൾ ആ ഒരു പാനിൽ തന്നെ നമ്മൾ വറവിട്ട് കഴിഞ്ഞിട്ട് ഉള്ളിയൊക്കെ വഴറ്റി നമ്മൾ മെഴുക്കുരുട്ടിയും കൂടെ ആക്കി എടുത്തിട്ട് മെഴുക്കുരുട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാനിൽ തന്നെ എല്ലാ കാര്യങ്ങളും തീർക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പപ്പടം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സദ്യയുടെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആവും. ഇഞ്ചിത്തൈരിലേക്ക് തൈര് ലാസ്റ്റ് ചേർക്കുക. അതുപോലെ കിച്ചടിയിലേക്കുള്ള തൈര് ചേർത്ത് മിക്സ് ചെയ്യുക. അരപ്പൊക്കെ ചേർത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. അതിലും വറവിടുന്നത് നമ്മൾ ഈ വറവിട്ടതിൻ്റെ കൂട്ടത്തിൽ എല്ലാത്തിലും വറവിട്ടെടുത്തിട്ടുണ്ടാവും. അപ്പോൾ വറവിട്ടതൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് ആ കിച്ചടിയിലേക്കൊക്കെ തൈര് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇഞ്ചിത്തൈരിലേക്ക് തൈര് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അതൊക്കെ ലാസ്റ്റ് സ്റ്റേജിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് വാഴയിലിട്ട് സദ്യ വിളമ്പിട്ടുണ്ടെങ്കിൽ നമ്മുടെ സദ്യ കംപ്ലീറ്റ് ആയി. എളുപ്പമല്ലേ? അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ സദ്യയുടെ
കാര്യങ്ങൾ പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഇതൊന്ന് എഴുതി വെച്ചിട്ട്, ഈ വീഡിയോ കണ്ടിട്ട് ഇതൊന്ന് എഴുതി വെച്ചിട്ട് ഇതുപോലെ സദ്യ ഉണ്ടാക്കാനൊന്ന് പ്ലാൻ ചെയ്തിട്ട് സദ്യ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വീണ്ടും വന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതുപോലെ നിങ്ങൾ സദ്യ ഉണ്ടാക്കിയിട്ട് എളുപ്പമായിരുന്നോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ സദ്യ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ രീതിയിൽ പ്ലാൻ ചെയ്തിട്ടൊന്ന് സദ്യ ഉണ്ടാക്കൂ. നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.